മഴ പെയ്ത വീട്ടിൽ കുത്തിയിരിക്കാനേ പറ്റൂ. പന കയറാനൊന്നും നോക്കണ്ട. ഞങ്ങൾ വീട്ടിൽ വല്ലപ്പോഴും കുത്തിരിക്കുന്നത് എനിക്കിഷ്ടം. എന്തിനാ? വെറുതെ കാണാൻ. മഴ വരുന്നു, വേഗം ആവട്ടെ. ആ ശരിയാ, മഴ വന്ന് നനഞ്ഞു. വേഗമാട്ടെ വേഗമാട്ടെ വേഗമാട്ടെ. നല്ല സുഖമുള്ള തണുപ്പ് അല്ലേ? എന്താ വിറയ്ക്കുന്നോ? വാദമായിരിക്കും, അതാണ് ഈ വിറ. അവൻ പറഞ്ഞ സത്യമായിരിക്കും. അതിനെന്താ ദേഷ്യപ്പെടുന്നത്? ഇതാ നല്ല ചൂട്, നല്ല രസം. സൂത്രമൊക്കെ മനസ്സിലായി. ഇനിയൊരു ഗ്ലാസ് കാപ്പി കൂടെ വേണം അല്ലേ? ആറ്റി മലവെള്ളം ഇറങ്ങി കാണും. ഇറങ്ങട്ടെ, അതിനെന്താ? എടീ, മലവെള്ളത്തിൽ എന്തൊക്കെ ഒലിച്ചിരുന്ന നിനക്കറിയോ? ഈട്ടി, തേക്ക്, പശു, ആട്, ചക്ക. വേണ്ട വേണ്ട, നിങ്ങൾ അതൊന്നും പിടിക്കാൻ പോണ്ട. ഞാൻ പിടിച്ചെടുത്ത് തടിയോട് ഉണ്ടാക്കിയതാ ഈ കട്ടില്. തൽക്കാലം ഒരു കട്ടിലുണ്ടല്ലോ, അത് മതി. ഹേ, ഇതച്ചൂടെ വലിയൊരു കട്ടിലുണ്ടാക്കണം. ഇത് രണ്ടുപേർ കിടക്കാൻ പോരാ. ഞാൻ എത്ര പ്രാവശ്യം താഴെ വീണു നിനക്കറിയോ? അതെങ്ങനെ ഉറങ്ങി കഴിഞ്ഞാൽ നിനക്ക് വല്ല ബോധമുണ്ടോ? അമ്മേ, എന്താടി പെണ്ണെ? ദേ, തടി പിടിക്കാൻ വേണ്ടി ആറ്റി പോയിരിക്കുന്നു. ആഹാ, ഞാൻ വിചാരിച്ചു അവന്റെ രാത്രി തന്നെ അങ്ങ് പോയെന്ന്. ആഹാ, അമ്മയ്ക്ക് പറ്റിയ മോൻ തന്നെ. എടി, അവൻ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. അമ്മ ഇത് പിടിച്ചോ, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. എടി പെണ്ണെ, കണ്ടു കണ്ടു, മുഖമടക്കൊന്നും വേണ്ട. വെറുതെ വീട്ടിൽ കുത്തിയിരുന്നെങ്കിൽ ഇതെങ്ങാനും കിട്ടുമായിരുന്നു. നാളെ തൊട്ട് കൊടയും പിടിച്ചാണോ പല കയറാൻ പോകുന്നത്? അത് നമ്മുടെ മോൻ സ്കൂളിൽ പോകുമ്പോ അവര് കൊടുക്കാം. അതിപ്പോ ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നേക്കാം. ഇത്രയ്ക്ക് മതി, നീ വീട്ടിൽ പോവാനേ. നല്ല ഉണക്കത്തേങ്ങയാ. അയ്യോ, എന്റെ മായ. അയ്യോ, എന്താ? കൊണ്ടുപോയി ഒരു കാര്യം ചെയ്യ്, രാത്രി വരെ ഇവിടെ ഇരുന്നിട്ട് പിന്നീട് വീട്ടിൽ വന്നാൽ മതി. ഞാൻ പോന്നു. അതാ എന്താ തന്നെ
അപ്പന് തീരെ സുഖമില്ല. ഞാൻ വരാം. ഒരു 2000 രൂപ കൊടുത്താൽ നേശമണിക്ക് ആ ജോലി കിട്ടും. ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ കുറേശ്ശെ അങ്ങോട്ട് തിരിച്ചടച്ചോളാം. ദയവ് ചെയ്ത് 2000 രൂപ തന്നെ എന്നെ സഹായിക്കണം. വസ്തു വിൽക്കാനുണ്ടെങ്കിൽ ഞാനത് വാങ്ങാം, അല്ലാതെ യാതൊരു ഏർപ്പാടും എനിക്കില്ല. വസ്തു ഒന്നുമില്ല, ഞാനും മോനും കൂടെ വേല ചെയ്ത് വീട്ടിക്കൊള്ളാം. ജോലി ചെയ്യാനോ? എപ്പോഴാ പനേര മോളിൽ നിന്ന് വിളിച്ചാവുന്നതെന്ന് ആർക്കറിയാം? പിന്നെ ഞാൻ ആരോട് ചോദിക്കും? എനിക്കെന്തെങ്കിലും ഈട് തരണം. ഈടൊന്നുമില്ല. എന്നാ പൊക്കോളൂ, പൊക്കോളൂ. ഒരു ഷർട്ട് ഇട്ടൂടെ? ആ കല്യാണത്തിന്റെ അന്നൊരു ഷർട്ട് ഇട്ടതിന്റെ പാട് എനിക്കും ദൈവത്തിന് മാത്രം അറിയാം. ആനത്തടി. ഒന്ന് വേഗം വേണം, എനിക്ക് കുളിച്ചിട്ട് കല്യാണത്തിൽ പോകാനുള്ളതാ. അമ്പട്ടാ, എനിക്കൊന്ന് ഷേവ് ചെയ്യണം. അതിനെന്താ, അതല്ലേ എന്റെ തൊഴിൽ. വേലയ്ക്ക് 2 പിള്ളേരെ കിട്ടിയാ കൊള്ളായിരുന്നു. ഒന്നൊരു ഡോക്ടർക്കും ഒന്നൊരു മൈസേറ്റിനുമാ. തിന്നാനും കുടിക്കാനും ഇല്ലാതെ വീട്ടിൽ തിരക്കിയ പിള്ളേരെ കിട്ടും. 20 രൂപ ശമ്പളം, 3 നേരം വയറ് നിറച്ച് ഭക്ഷണം, ആണ്ടിലൊരു ഉടുപ്പ്, ഇത്രയും കൊടുക്കാം. ചേട്ടാ, അത് നല്ല ശമ്പളമാണല്ലോ. കല്യാണം നേരം ഒന്ന് വേഗം പറ്റോ? തന്റെ മക്കളെ ആരെങ്കിലും അയക്കുന്ന, തനിക്കായതുകൊണ്ട് ഒരു 5 രൂപ കൂടി കൊടുത്തരാം. ഈ ചേർക്കുന്ന ജോലിയാ ഏറ്റവും മോശം. അതോടെ മോശമാ വീട്ടുവേല. അവസാനം അവന്മാര് പിള്ളേരെ ചൂട് വെച്ചിട്ട് വിടും. ഒരു കാര്യം. എന്താ കാര്യം? വാമ്പിട്ട അവിടെ ഒരു ജോലിയുണ്ട്. എവിടെ? നമ്മുടെ കള്ളം പിള്ളേരെ 27 പിടിച്ചു. അവന് തലവൊന്ന് മുട്ടടിക്കണം. ഇവിടെ 1.5 ജോലി ബാക്കിയുണ്ട്. ബാക്കി അയ്യോ, എന്റെ കയ്യിൽ നിന്ന് വിട്ട്. എത്ര വഴിക്ക് വാ. സായിപ്പേ, നമ്മളെ പന കയറിയിരുന്ന കുട്ടം മരിച്ചുപോയി. അറിഞ്ഞു. പകരം ഒരാളെ വയ്ക്കണം. എന്റെ വകയിലൊരു അനിയൻ പനകേറിയുണ്ട്. വേണ്ട, നമുക്ക് മുത്തറ വയ്ക്കാം. അയ്യോ, അവൻ വലിയ ചട്ടമ്പിയാണ്. അതുകൊണ്ടല്ലേ നമ്മളെ വയ്ക്കുന്നത്. കൂടുതൽ കൂലി കൊടുത്താൽ അവൻ നമ്മളോട് നിൽക്കും. പക്ഷെ അവനൊരു അതൊന്നും സാരമില്ല.
ഇന്ന് തന്നെ പോയി നീ അവനെ വിളിച്ചോണ്ട് വരണം. അയ്യോ ഞാനോ? പറയുന്ന അനുസരിക്കടാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സർ, നാളെ എനിക്കൊന്ന് വീട്ടിൽ പോകണമായിരുന്നു. എന്തിനാ പെണ്ണ് കാണാനാണോ? നന്നായിട്ട് സൂചിച്ചിട്ട് മതി. നേരത്തെ പോയി പെണ്ണൊന്നും കെട്ടിക്കളാറ്. എന്തോ ഇത്? ഇഷ്ടായോ? ആ, എവിടുന്ന ഇത്? ചന്തന്ന് വാങ്ങിച്ചതാ. ഇട്ട് നോക്കിയേ. ഇതെനിക്ക് ഷർട്ടോ അതോ നിനക്ക് ബ്ലൗസോ? ചക്ക തന്നെ വലിച്ചം കിട്ടാ മതി. ആ, നീ തന്നെ വലിച്ചം കിട്ടെ നോട്ടെ. ഇറക്ക്. ദാ ഇറക്ക്. ഓക്കേ. അവിടെ ഉള്ളത് ഏറ്റവും വലിയ വാങ്ങിച്ചതാ. ഓ, വെറുതെ രൂപ അത്രയും പോയി. ആ സാരമില്ല, നീ വന്നേ. വേണ്ട, എന്നെ കെട്ടിപ്പിടിക്കാനില്ലേ? രൂപ കളഞ്ഞ ദേഷ്യത്തിൽ എന്നെ കെട്ടിപ്പിടിച്ച എന്റെ എള്ളൊക്കെ വിട്ടു പോകും. എടി ഒന്ന് ഊരി തന്നിച്ചുമ്പോ. എന്താ മോളെ? ഓ, മനസ്സിലായി. മോളിനി വെള്ളം കോരാനൊന്നും പോവണ്ട, അമ്മ കോരിക്കോളാം. എന്താ അമ്മേ? പെൺപിള്ളേരെ വയറ്റിലുള്ളപ്പോ സൂക്ഷിക്കണം. ആ വഴിയൊക്കെ കുന്നും കുഴിയായിട്ട് കിടക്കുക. കാലൊന്ന് തെറ്റിയാൽ. എന്താ പറയാ? എന്താ? സായിപ്പിന്റെ പന കയറാൻ ഇപ്പൊ ആളില്ല. സായിപ്പ് പറഞ്ഞിരിക്കുന്നത് മുത്തനെ കൊണ്ട് പന കയറിയില്ല. നേരാണോ? സായിപ്പ് പറഞ്ഞിരിക്കുന്നത് ഉടനെ നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ. കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്യാലോ. ഞാൻ ഇപ്പൊ വരാം. അന്ന് ഞാൻ നിന്നെ രാജകുമാരിയാക്കാന്ന് പറഞ്ഞല്ലേ? അന്ന് എന്റെ കൂടെ വന്നിരുന്നെങ്കിൽ ഇന്നിങ്ങനെ കരിപ്പെട്ടി ഉണ്ടാക്കണോ? അനുഭവിച്ചോ അനുഭവിച്ചോ. ശരി, നാളെ മുതൽ മുത്തൻ പന കയറിക്കോളൂ. ആണ്ടിൽ എനിക്ക് 100 രൂപ എന്നാ മതി. ബാക്കി ആദായം മുഴുവൻ മുത്തൻ എടുത്തോളൂ. അങ്ങനെയാണെങ്കിൽ മുത്തന് നല്ല ലാഭം കിട്ടുമല്ലേ? ഓ, നല്ല ലാഭം കിട്ടും. എന്നാ നാളെ മുതൽ കയറിക്കോ. ഓ ശരി. ആരുമില്ലേ? ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ആലോചിച്ചോ? എനിക്കിഷ്ടമാണ്, ഞാൻ വരാം. നിനക്ക് അവിടെ പോയാൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. 35 രൂപ ശമ്പളം, 3 നേരം ഒന്നാന്തരം ഭക്ഷണം, പിന്നെ ഓണത്തിന് പുതിയ ഡ്രസ്സും. എപ്പോഴാ പോണ്ടത്? വൈകുന്നേരം 4:30 മണിക്കൊരു വണ്ടിയുണ്ട്. ഒരു 4 മണിയോട് കൂടി ബസ് സ്റ്റാൻഡിൽ വന്നാൽ മതി. ഞാൻ അവിടെ വരാം. ശരി. കല്യാണം കഴിഞ്ഞിട്ട്
ഒരുമിച്ച് പട്ടണം കാണണമെന്നായിരുന്നു എന്റെ സ്വപ്നം. ഇപ്പോ ദാരിദ്ര്യം നിന്നെ വലിച്ചു വെച്ച് പട്ടണം കാണിക്കുകയാണല്ലേ? ഞാൻ പോട്ടെ. ഞാൻ പോട്ടെ. പോകണമെന്ന് പറഞ്ഞാലും പോകണ്ടെന്ന് പറഞ്ഞാലും ഞാനൊരു തുണയില്ലാത്തവനാണെന്ന് നിനക്ക് തോന്നും. എന്താണ് ഇങ്ങനെ പറയുന്നത്? ഒന്നുകിൽ നിന്നെ കല്യാണം കഴിച്ച് വയസ്സായ അപ്പന്റെ പട്ടിണി ഒന്നുകൂടി കൂട്ടാം, ഇല്ലെങ്കിൽ നിന്റെ ശമ്പളവും വാങ്ങി ഇനിയും ജോലിക്ക് വേണ്ടി തണ്ടാം. ഇത് രണ്ട് ചെയ്യുന്നു ആണത്തമല്ല, പക്ഷേ ഞാൻ ചെയ്യുന്നതാണ്. പിരിയാൻ നേരത്തും നിങ്ങൾക്ക് എങ്ങനെയോ പറയാൻ കഴിയും? ഇല്ല തങ്കമ്മേ, ഞാൻ നിന്നെ കരയിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എനിക്ക് എന്നോട് മാത്രമേ ദേഷ്യമുള്ളൂ. സത്യം പറയാം, ഞാൻ ജീവിക്കുന്നത് തന്നെ നിനക്ക് വേണ്ടി മാത്രമാണ്. മതി, എനിക്കത് മാത്രം കേട്ടാ മതി. രൂപയുണ്ടെങ്കിൽ ഒരു 5 രൂപ തരൂ. എന്തിനാ പുതിയ ഷർട്ട് വാങ്ങിക്കാന്? തങ്ങമ്മ പട്ടണത്തിൽ എവിടെ വീട്ടുവേലയ്ക്ക് പോവുക. പാവത്തിന്റെ കയ്യിൽ ഒന്നും കാണില്ല. ഇത് കൊടുക്കാം. ഇതാ, ഇത് കയ്യിൽ വെച്ചു. എന്റെ കയ്യിൽ തരാൻ ഇത്രയേ ഉള്ളൂ. കരയാതെ. ഞാൻ പോട്ടെ. ഇനി എന്താണ് വരുന്നത്? എന്തായാലും ഞാൻ മുടിപ്പുര ഉത്സവത്തിന് വരും. ഇവിടെ വരൂ. എന്തിനാ മതിൽ ചാടിയത്? ഒരുപാട് നീളത്തി മതില് എളുപ്പം വരാൻ. മേലിൽ ഇങ്ങനെ ചാടരുത്. ഓ, വയ്ക്കൂ. എങ്ങോട്ടാണ്? എങ്ങോട്ടാണ്? ഇതെന്താണത്? എന്റെ കത്തി! നിന്റെ ഒരു അമ്പട്ടപ്പണി. എന്ത് പറ്റി? ചോര ചുവന്ന
എവിടെ? ഈ നഖത്തിന്റെ വടക്ക് പടിഞ്ഞാറ്. ഇതൊരു തുള്ളിയല്ലേ ഉള്ളൂ. മതിയല്ലോ, ഒരു തുള്ളിയാണ് പല തുള്ളിയാകുന്നത്. പല തുള്ളി പിന്നെ പെരുതുള്ളി ആവേ. എന്റെ പൊന്നു മുത്തായി വിറകൊന്ന് കീർത്തായേ, വേണമെങ്കിൽ 2 രൂപ തരാ. അയ്യോ എന്റെ കാലേ. എന്താ വിറക് കീറുന്നോ? നല്ല കൂലി തരാം. അയ്യോ, അയ്യോ, അയ്യോ. എന്നാൽ ഇന്ന് തന്നെ തുടങ്ങിക്കോ. അതിന്റെ കാല അമ്മോ. ചെലയോ, ഇന്ന് വൈകുന്നേരം എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അന്തിപ്പന്നെ പഴം നീ ഒന്ന് കയറി തരണം. പഴം സുന്ദരം കയറി തരാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് നിനക്ക് ജോലി? സായിപ്പിന്റെ വീട്ടിൽ കുറെ വിരുന്നുകാരുണ്ട്. പട്ടണത്തിൽ പോയി കുറെ സാധനങ്ങൾ വാങ്ങണം. പിന്നെ കുറച്ച് വീട്ടു ജോലിയും. പന കയറാൻ പോയ നീ ഇപ്പോ വീട്ടുജോലിക്കാരനായോ? വീട്ടിൽ ഭയങ്കര ചെലവാ ചെലയ്യ. കിട്ടുന്ന ഒന്നിനും തികയുന്നില്ല. ഓ, നിനക്ക് കമലത്തിന്റെ വീട്ടിലും സഹായിക്കണമല്ലോ. ഞാൻ പറഞ്ഞത് നിനക്ക് പ്രയാസമായി. ഒന്നുമില്ല. നീ നല്ലവനാടാ മുത്ത. അതുകൊണ്ടാണ് നിനക്ക് അവരെ സഹായിക്കാൻ തോന്നിയത്. മണവാളനെ ഇപ്പൊ കാണാനേ കിട്ടുന്നില്ലല്ലോ. എന്ത് ചെയ്യാനാ, ഒരുപാട് ജോലി. എടി പാലമ്മേ, തറയെ നോക്കി നടക്ക്, ഇല്ലെങ്കിൽ മുള്ളുള്ളൂ. നോണം കെട്ടവള്, ഒരു കൊഞ്ചലി കണ്ടില്ലേ? ഒന്നും ചുമ്മാ ഇരിക്കണേ. അവൾ ഇവന്റെ ചന്തം കണ്ടോ നോക്കിപ്പോയി. നീ അങ്ങ് ക്ഷമിച്ചുകളാ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. കമലം വയറ് നിറഞ്ഞാണ് ഇരിക്കുന്നത്. കെട്ടിയൻ മര്യാദയ്ക്ക് നടക്കണം, അല്ലെങ്കിൽ കമലത്തിനും അതിന്റെ കൊച്ചിനുമാണ് കേട്. ആ, അതൊക്കെ അവന്റെ അമ്മ പറഞ്ഞു കൊടുത്തു കാണും. അമ്മയൊന്നും പറഞ്ഞു തന്നില്ലല്ലോ. എന്താ എന്താ? എടാ മരത്തലയാ, ഈ സമയത്ത് നീ മറ്റു പെണ്ണുങ്ങളെ തുടരുത്. മനസ്സിൽ പോലും മറ്റു പെണ്ണുങ്ങളെ കുറിച്ച് ചീത്തയായി വിചാരിക്കരുത്. എങ്കിൽ അതിന്റെ ദോഷം കമലത്തിനും അവളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനുമായിരിക്കും. ഓഹോ, നീ ഒരു കൊതിയനായത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. സത്യമായിട്ടും കല്യാണം കഴിഞ്ഞതിന് ശേഷം മറ്റൊരു പെണ്ണിനെ പോയി ഞാൻ ചിന്തിച്ചു. അത് മതി. സാർ, എന്താടാ? പാലയിൽ നിന്ന് ടൗണിൽ പോകുന്നുണ്ട്. സാറിന് വല്ല ബിസ്കിയോ ബ്രാൻഡിയോ വേണമെങ്കിൽ അവന്റെ കാശ് കൊടുത്തിട്ടാണ്. പറഞ്ഞത് നന്നായി. ഇതാ 2 വിസ്കി. ഓ, സാറിന്റെ ഫുൾ കോഴി അങ്ങനെ നിർത്തിപ്പൊരിച്ച് ഞാൻ ആളെ കൊണ്ടുതരാം. ആ ആട്ടെ, പുഷ്പാലയം വൈകിട്ട് ഇങ്ങോട്ട് വരണം. ഒരു കാര്യമുണ്ട്. ഓ, ആറ് 7 8 9 10 11 12 13 14 ഇതാ. ശരി ശരി. ആ മുതലാളി, വലിയ കരിപ്പെട്ടിക്ക് എന്താ വില? 2 രൂപ. ഈ പാലയും കൊണ്ട് കരിപ്പെട്ടിക്ക് എത്ര കൊടുക്കും? സമയം അനുസരിച്ച് അല്പം വ്യത്യാസം വരും. എങ്കിലും 1.25 കുറയാതെ കൊടുക്കും. ഓഹോ, 1.25 രൂപ കൊടുക്കുമല്ലേ? എന്താ മുട്ട? കരിപ്പെട്ടിയുടെ വില ചോദിക്കായിരുന്നു. പട്ടണല്ലേ, അവിടത്തേക്കാൾ അല്പം വില കൂടുതൽ കാണും. അല്പൊന്നുമല്ല, ഇരട്ടിയിലധികം വ്യത്യാസമുണ്ട്. ആ, അവിടുന്ന് വാങ്ങിച്ചവർക്ക് ഇവിടെ വെക്കാൻ ഒക്കില്ലല്ലോ. ജീപ്പിന്റെ ചെലവ്, പെട്രോൾ, ഓയിൽ, ടയറിന്റെ തേമാനം, അത് ഇത് അങ്ങനെ എന്തൊക്കെ. മുട്ട, നീ ഇനി ഇത് അവിടെ ചെന്ന് പറഞ്ഞ് ബഹളം ഒന്നും ഉണ്ടാക്കരുത്. നിനക്ക് വേണം ഞാൻ സാഹിബിനോട് പറഞ്ഞിട്ട് കുറച്ച് കാശ് വാങ്ങിച്ചു തരാം. എന്തൊരു സാധനാണിത്. ഹലോ, ഞാൻ Hello.
ഹലോ മുസ്ത ഹലോ ഹലോ ഹായ് ഹായ് ഹലോ മാമതി മാമതി ഇത് എന്താ ചെയ്യണത് കോഴി റബ്ബർ സ്റ്റേഷനിലുണ്ടോ ഏത് ഒന്നുകൂടി കളിച്ചു നോക്കണം ഞാൻ വിചാരിച്ചു കോഴിക്കാരാണ് കോഴിക്കാരാണ് ഇവനെന്താ പറയുന്നത്? പിടിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷ വരും. Very, very bad. Thank you. You very. Yes. പാട്ടും ഡാൻസും തുടങ്ങി. മുത്ത നിനക്ക് ഡാൻസ് കാണണ്ടേ? ആ നിനക്കോ? എനിക്ക് ഡാൻസ് വേണ്ട ഓണത് ഞാൻ ഇപ്പോഴും ഡാൻസ് ചെയ്യാം എഴുന്നേക്കും മുത്ത പതുക്കെ മുത്ത മുത്ത സ്റ്റഡി സ്റ്റഡി എന്നെ ഉമ്മ